عليكم ورحمة الله وبركاته. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ ഉൾപ്പെടെ 12-ാം ദിവസം നമുക്ക് അൽ-ഫാത്തിഹയിലെ 4-ാം സൂക്തമാണ് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. ആയത്തിൽ വരുമ്പോൾ മാലിക്കിന് കസ്റാണുള്ളത്, യൗമിന് കസ്റാണുള്ളത്, ദീനിനും കസ്റാണുള്ളത്, എല്ലാത്തിനും കസ്റാണുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം. മാലിക്ക്, മാലിക്കുൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. മാലിക്കുൻ ഉടമസ്ഥൻ. അപ്പം മായ്ക്ക് എന്തുണ്ട്? നീട്ടുണ്ട്. മാലിക്കുൻ ഉടമസ്ഥൻ. ആ നീട്ടില്ലാതെ പറഞ്ഞാലോ മലിക്കുൻ. അപ്പോഴെന്തായി? രാജാവായി. നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, മലിക് ഫൈസൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മലിക്കുൻ രാജാവ്. ഇനി അത് മലർന്നാണെങ്കിലോ, മലക്ക് എന്നാണെങ്കിലോ, ലാമിന് മുകളിലാണ് ഫത്തഹ എങ്കിൽ മലക്കുൻ എന്ന് പറഞ്ഞാൽ മലക്ക് അഥവാ മാലാഖ. മാലാഖ എന്ന വാക്ക് അറബിയിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. മലക്കുൻ എന്ന വാക്ക് മാലാഖ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പം മാലിക്കുൻ ഉടമസ്ഥൻ, മലിക്കുൻ രാജാവ്, മലക്കുൻ മാലാഖ. അപ്പോൾ എന്താണിത്? ഈ പ്രാസമൊത്ത് വരുന്ന പദങ്ങളാണ്. അപ്പോൾ പ്രാസമൊത്ത് വരുന്ന പദങ്ങൾ വേറെ നമ്മൾ തന്നെ എഴുതി വെച്ച് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇപ്പം 3 പദങ്ങൾ നമ്മൾ ഒരേ സമയം പഠിക്കുകയാണ്. ഇത് ബോണസായിട്ട് കണക്കാക്കാം. നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മാലിക്കുൻ ഉടമസ്ഥൻ, മലിക്കുൻ രാജാവ്, മലക്കുൻ മാലാഖ. ഇനി യൗമുൻ എന്ന് പറഞ്ഞാലോ, മാലിക്ക് യൗമുൻ എന്ന് പറഞ്ഞാലോ, മാലിക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, യൗമുൻ ദിവസം. യൗമുൻ ദിവസം അതിൻ്റെ ബഹുവചനം കൂടി പഠിക്കണം. അയ്യാമുൻ ദിവസങ്ങൾ. യൗമുൻ ദിവസം, അയ്യാമുൻ ദിവസങ്ങൾ. അത് എന്താണ്? ജീമിട്ടിട്ട് എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യണം. യൗമുൻ ദിവസം, അയ്യാമുൻ ദിവസങ്ങൾ. യൗമുൻ അയ്യാമുൻ, യൗമുൻ അയ്യാമുൻ. അപ്പം മാലിക്ക് യൗമി എന്നായി. മാലിക്ക് യൗമി എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. പക്ഷേ ഏത് ദിവസമാണത്? യൗമുദ്ദീനി എന്നാണ്. മാലിക്ക് യൗമിദ്ദീനി. ഒറ്റയ്ക്ക് പറഞ്ഞാൽ യൗമുദ്ദീനി. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെ ദിവസം. യൗമുദ്ദീനി പ്രതിഫലത്തിൻ്റെ ദിവസം. ദീനുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം പ്രതിഫലം എന്നാണ്. ദീനുൻ പ്രതിഫലം. അപ്പോൾ പ്രതിഫലത്തിൻ്റെ ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ. നേരത്തെ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്തുതി അള്ളാഹ്ക്കാണ്. അവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ്. പിന്നെന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം, അവൻ കാരുണ്യവാനും കരുണാനിധിയുമാണ്. അതോടൊപ്പം അവൻ മാലിക്ക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ്. യൗമുൻ ദിവസം, അയ്യാമുൻ ദിവസങ്ങൾ. യൗമുൻ എന്ന പദമാണ് ഖുർആനിൽ 393 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ആയത്ത് പഠിക്കുമ്പോൾ തന്നെ 3 പേജ് അങ്ങ് മറിഞ്ഞു. മാലിക്കുനൊക്കെ കുറച്ച് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. മലക്ക് വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്, അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇവിടെ നമ്മൾ യൗമുൻ എന്ന പദമാണല്ലോ ഇതിൽ പ്രധാനമായിട്ട് വന്നത്. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം. അത് ഖുർആനിൽ 393 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 3 പേജ് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ യൗമുദ്ദീനി, ദീനുൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. ദീനുൻ പ്രതിഫലം. അപ്പം യഥാർത്ഥ പ്രതിഫലം കൊടുക്കുന്ന ദിവസമുണ്ട്, അതാണ് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. ഒറിജിനൽ റിവാർഡ് കൊടുക്കുന്നത് എവിടെ വെച്ചാണ്? പരലോകത്ത് വെച്ചിട്ടാണ്. അതാണ് യൗമുദ്ദീൻ. അപ്പോൾ പരലോകത്ത് കൂലി കൊടുക്കുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് അവൻ. അപ്പോൾ ഇപ്പം നമ്മൾ ചില ബഹുവചനങ്ങൾ പറഞ്ഞല്ലോ. ഷെയ്ത്വാനിന് പഠിച്ചു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞപ്പോൾ ഷെയ്ത്വാനിന് പറഞ്ഞു. ഷെയ്ത്വാൻ്റെ ബഹുവചനം ഷയാത്തീനു എന്നൊരു തമ്മിട്ട് എഴുതണമെന്ന് പറഞ്ഞു. അതേപോലെ ഇസ്മുൻ എഴുതുമ്പോൾ അലിഫിന് കസർ മാത്രം ഇട്ടാൽ മതി, ഹംസ വേണ്ടെന്ന് പറഞ്ഞു. ഇസ്മുൻ നാമം, അസ്മാ ഉൻ നാമങ്ങൾ. അപ്പോൾ അവിടെ അലിഫിൻ്റെ മുകളിൽ അസ്മാ എന്ന് എഴുതുമ്പോൾ അലിഫിൻ്റെ മുകളിൽ ഹംസ വേണം. യൗമുൻ ദിവസം, അയ്യാമുൻ ദിവസങ്ങൾ. അയ്യാം എന്ന് എഴുതുമ്പോൾ അലിഫിൻ്റെ മുകളിൽ ഹംസ വേണം. എവിടെയൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് തരുന്നു അവിടെയൊക്കെ ഹംസ ഇടണം. എവിടെയൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടില്ലയോ അവിടെയൊന്നും ഹംസ ഇടരുത്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ മധ്യഭാഗത്ത് എടുത്തിട്ട് അതിൻ്റെ ആ മധ്യഭാഗത്തു നിന്ന് എഴുതി തുടങ്ങണം. ഇതിനിയും ഇത്തരം ബഹുവചനങ്ങൾ വരും. വിഘടിത ബഹുവചനങ്ങളെന്നോ അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽസ് എന്നോ അസാധാരണ ബഹുവചനങ്ങളെന്നോ പ്രത്യേകതയുള്ള ബഹുവചനങ്ങളോ എങ്ങനെ എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല.
അപ്പോൾ ഇതിൽ ഇതുവരെ എഴുതിയത് നിങ്ങൾ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അയക്കണം. ഷെയ്ത്വാനുൻ ഷയാത്തീനു ഇസ്മുൻ അസ്മാഉൻ യൗമുൻ അയ്യാമുൻ ഇത്രയും അവിടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് സ്കാൻ ചെയ്ത് അയക്കണം. നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇത്രയും മാത്രമാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. വളരെ ലളിതം. ഖുർആൻ പഠനം വളരെ ലളിതം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഖുർആൻ വായിച്ച് മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.